നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് 3. ഇപ്പോൾ എപ്പിസോഡ് കണ്ടിറങ്ങി എന്തായാലും 4 പേര് എലിമിനേറ്റഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മൂന്നാമത്തെ ദിവസം തന്നെ 4 പേര് എലിമിനേറ്റ് ആയി പോയി. ആരൊക്കെയെന്ന് ചോദിച്ചാൽ ബിജു, ആരാധ്യ, നിതിൻ, റാഷി പാലത്തിങ്കൽ, ഈ 4 പേരാണ് എലിമിനേറ്റ് ആയി പോയത് എന്നുള്ളതാണ്. ഓക്കെ, ഈ 4 പേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മാത്രമേ അവന്മാർക്ക് ഇത് മൂന്നാമത്തെ നമുക്ക് എപ്പിസോഡ് ആണെങ്കിൽ അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് വെറും 2 ദിവസം മാത്രമാണ് അല്ലെ. ഈ 2 ദിവസം കൊണ്ട് എലിമിനേറ്റ് ആയി പോയവരൊന്നും കഴിവില്ലാത്തവരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ സമയത്തിൽ എന്ത് ചെയ്യുക, അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. കഴിവ് ഇങ്ങനെ ഈ പറയുന്ന അകത്ത് വെച്ചിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണമായിരുന്നു. അത് ഏത് രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് ഈ പറയുന്ന കണ്ണുടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ രാകേഷ്, അവൻ്റെ ആ സംസാര ശൈലി കൊണ്ടും ഇപ്പം തന്നെ ലാസ്റ്റ് ഇന്ന് കാണിച്ച ഒരു ടാസ്കിൽ കാണിച്ച ചെറിയ ഒരു ഇതൊക്കെ കൊണ്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് നിൽക്കും, ഈ പറയുന്ന ജഡ്ജസിന്റെ മനസ്സിലേക്ക് നിൽക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം. പിന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പൂജ 2 സത്യം പറഞ്ഞ നല്ല ഒന്നാം തരം ചൊറിയാണ്. ചൊറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചൊറിയല്ല, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളതാണ്. ഇന്ന് അവിടെ ഇരുന്ന് ഓവർ ആക്ടിങ് കാണിക്കുന്നുണ്ട്. ഇന്ന് ടാസ്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവള് വിളിച്ചു പറയുന്നത് നിർത്തിയിട്ട് പോടാ എന്ന് ഇവള് പറയുന്നുണ്ട്. അപ്പോ എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ടീമിനോട് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജസിനോട് ഈ പറയുന്ന പൂജ നിങ്ങളൊരു 5 വരെ എടുക്കുമല്ലോ, ഈ പൂജയെ നേരെ കൊണ്ട് ബിഗ് ബോസിനകത്ത് കൊണ്ടിടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഈ പറയുന്ന പൂജ എന്ന് പറയുന്നത് എന്താണ്, ചൊറിയും, വെറുതെ നിന്ന് ചൊറിയും, ഇതുപോലുള്ള അനാവശ്യ വാക്കുകൾ സംസാരിക്കും, നമുക്ക് കണ്ടന്റ് കിട്ടും എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാളെ വലിച്ച് കീറാൻ കിട്ടേണ്ട എല്ലാം നന്മ മരങ്ങളായി പോയി കഴിഞ്ഞാലേ പിന്നെ എന്തോന്ന് ബിഗ് ബോസ്. അതുകൊണ്ട് എനിക്ക് ജഡ്ജസിനോട് പറയാനുള്ളത്, ശരിയാണ് ആൾക്കാർക്ക് പിന്നെ പൂജയുടെ കുറച്ച് അഹങ്കാര സ്വഭാവങ്ങളുണ്ട്, എന്തും എടുത്തു പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അഹങ്കാരം ഉണ്ടായിക്കോട്ടെ, ധൈര്യത്തോടെ പറയുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയും പോലെ ഈ പറയുന്ന നന്മ മരങ്ങളുടെ ഷോ ഒന്നുമല്ല. ഇവിടെ ഇതുപോലുള്ള ചെറിയ ചൊറിയുള്ള ആൾക്കാർ വേണമെന്ന് ആണ് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആസ് എ റിവ്യൂവർ എന്ന നിലയിൽ നമുക്ക് ആരെങ്കിലും വലിയ ഈറണ്ടേ, പൂജ നീ അവിടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. മേ ബി ഇത് പൂജയുടെ സ്ട്രാറ്റജിയും ആയിരിക്കാം. അതായത് നമുക്ക് ഹിന്ദിയിൽ മറ്റിടത്ത് കണ്ടിട്ടുണ്ട്, മനഃപൂർവ്വം ഇതുപോലെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല തരികിടകളും കാണിക്കും. ചിലപ്പോൾ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകർ ചിലപ്പോൾ വെറുപ്പായിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും എന്തൊരു സാധനം എന്നൊക്കെ പറയും, പക്ഷെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പൂജ 2 കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ അവിടെ ഒരു വെറുപ്പിലൂടെ ആണെങ്കിൽ കൂടി അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പൂജയെ അങ്ങനെ എടുത്ത് കളയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ഈ പറയുന്ന നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ സ്വഭാവം വെച്ചിട്ട് ഈഗോ ഹേർട്ടായി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോസ് ആണ്, ഒരു നഷ്ടമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ നന്മ മരങ്ങൾ ഫെയറായിട്ട് കളിക്കുന്നവരെ മാത്രം അതിനായിട്ട് കൊണ്ടുപോയി ഒരു തേങ്ങയും കാണത്തില്ല. അവരെല്ലാം കൂടി ഹായ് ബായ്, എന്തുണ്ട് വിശേഷം, ആഹാരം കഴിച്ചോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടി ഉണ്ടാക്കാൻ ആള് വേണം, നമുക്കൊരു മറ്റൊരു ശൈത്യ വേണ്ടടേ, ശൈത്യയെ പോലെ 1-2 പേരൊക്കെ വേണം, എന്നാലേ ബിഗ് ബോസ് ഓടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതുവരെ കണ്ടതിലെ രാകേഷ് എന്ന് പറയുന്ന പുള്ളി ഉറപ്പായിട്ടും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പൂജയും ഉറപ്പായിട്ടും വേണമെന്നും ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ 4 പേര് പിന്നീട് എലിമിനേറ്റ് ആയി വിട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നു, ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ് ഒരു പൊടിക്ക് അടങ്ങടി, എന്തോന്നിത്. അതായത് ഈ 2-3 ജഡ്ജസിരിപ്പുണ്ട്, അവരെയൊക്കെ കടത്ത് നിങ്ങൾ ആരും പറഞ്ഞു, ഞാൻ പറയാം, ഞാൻ എന്തോ കണ്ടുപിടിച്ചതുപോലെ അവളാണ് അതിന്റെ ഹെഡ്. ഈ പറയുന്ന നടുക്കിരുത്തിക്കുന്നത് താങ്കളൊരു പെണ്ണായത് കൊണ്ടാണ്, അല്ലാതെ അവരെക്കാളും വലുതായത് കൊണ്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. താങ്കൾക്ക് എല്ലാം അറിയാം, ബാക്കി എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് മതി മറ്റത് എന്നുള്ള അഹങ്കാരം അങ്ങ് വിട്. ഇന്നതാ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഇൻഫിനിറ്റി പെൻഡന്റ്, അത് എല്ലാവരും എന്നെ ഇവർ തിരിച്ചു വാങ്ങിച്ചു. അതെന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എന്തിനാണ് നീ തിരിച്ചു വാങ്ങിച്ചത്? അതായത് ഇവിടെ 4 ഗ്രൂപ്പുകളെ, ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ 4 ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതായത് ആരെങ്കിലൊക്കെ പുറത്ത് കളയുള്ളൂ, 4 പേരെ പുറത്ത് കളയണം. അതുകൊണ്ട് 4 ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് തയ്യാറായി അതിനെ കട്ട് ചെയ്ത് കളയണ്ട്. അത് സത്യം പറഞ്ഞാൽ ഉറക്കം വന്നു. 1/4 മണിക്കൂർ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.
അങ്ങനെ 4 ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. അതിലെ ഗ്രൂപ്പല്ല, 4 ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. 4 ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഈ ക്യാപ്റ്റന്മാർക്ക് ഒരു പവർ കിട്ടി. ഇപ്പൊ 4 ഗ്രൂപ്പിൽ നിന്ന് 4 ക്യാപ്റ്റന്മാരെ കിട്ടി. ക്യാപ്റ്റന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് താഷി, പ്രണവ്, അഭിരാം, ലോലിറ്റ, ഇവരായിരുന്നു 4 ക്യാപ്റ്റന്മാർ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവർക്ക് ഓരോ ടാസ്ക് കൊടുത്തു. ഈ 4 ടീമിനും ഓരോ ടാസ്ക് കൊടുത്തു. ടാസ്ക് മറ്റൊന്നുമല്ല, ഒരു ടൈമർ അവിടെ ഉണ്ടാവും. ആ ടൈമറിൽ 60 സെക്കൻഡ് ഈ ഒരു ടീം എനിക്കൊന്ന് 6 7 വരെ എന്തോ ഉണ്ട്. അവര് വന്ന് ആ ബസർ അല്ലെങ്കിൽ ആ ടൈമറിൽ പുതുക്കുക. അങ്ങനെ 4 പേര് 7 പേരും ടീമിലുള്ള മൊത്തം പേര് പുതുക്കുക. പക്ഷെ അവസാനം 60 സെക്കൻഡിനകത്ത് ഏറ്റവും അടുത്ത് ആ ഒരു സംഭവത്തിലേക്ക് വരുന്ന അവരാണ് വിജയ്. ഓക്കെ, പലപ്പോഴും പലരും കുത്തിയിട്ടിട്ട് അത് അനങ്ങിയില്ല, ടൈമർ ഓടിയില്ല, അങ്ങനെ പല പല വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതിൽ അവസാനം ജയിച്ചത് ഈ പറയുന്ന ലൊലിറ്റയുടെ ടീമാണ്. ലൊലിറ്റ ടീമിലാണ് ഈ രാകേഷ് ഒക്കെ വരുന്ന ആ ഒരു ടീം. ഓക്കെ, അപ്പോൾ അവരുടെ ടീം അവരാണ് എനിക്കൊന്ന് ഏതാണ്ട് 55 മിനിറ്റ് എന്തോ അവര് ഈ പറഞ്ഞതുപോലെ ആ ഒരു സമയം അവരുടെ ഏറ്റവും 60 സെക്കൻഡിൽ ഏറ്റവും അടുത്തുന്നത് അവരുടെ ടീമായിരുന്നു. ആ ടീമിൽ ഈ രാകേഷ് വന്ന് ബസർ അല്ലെങ്കിൽ ഈ പറയുന്ന ടൈമർ അമർത്തുന്നതിന് മുമ്പാണ് ഈ പൂജ അവർ നിർത്തിയിട്ട് പോടാ മതി എന്നൊക്കെ പറഞ്ഞ അതിൽ പിന്നീട് അഖിൽ മാലാറ് അവളെ പിന്നെ വഴക്ക് പറയുന്നത്, എന്തോ നിനക്ക് എപ്പോഴും പ്രശ്നമാണല്ലോ, നീ എല്ലാത്തിനും കയറി ഇടപെടുന്നുണ്ടല്ലോ, നീ എങ്ങനെ പറയേണ്ടത് ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് പൂജ എങ്കിൽ കൂടിയും അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, അവളെ ബിഗ് ബോസിലേക്ക് എടുത്തിടണം. നിങ്ങൾ 5 പേരെ എടുക്കുന്നതിൽ ഒരാള് പൂജ 2 ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വല്ല കണ്ടന്റും കിട്ടണ്ടേ? പൂജ നീ ഉണ്ടാവൂ. നിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു ഇൻസ്റ്റയില്, പുറത്തായിട്ടാണ് ഇട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോട്ടെ. ഓക്കെ, അങ്ങനെയായി. അങ്ങനെ വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നില്ല, അതായത് ഈ പറയുന്ന ടാസ്കിൽ ഏറ്റവും വീക്കായി പെർഫോം ചെയ്ത ടീമിൽ നിന്ന് 4 പേര് പുറത്താകുമെന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ള ഒരാളുണ്ടല്ലോ, അയാളെ എന്ത് ചെയ്തു, അല്ല അതിനകത്തുള്ള ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അവരെ ക്യാപ്റ്റനെ സേവ് ചെയ്തു. ഓക്കെ, അതിനകത്തുള്ള ക്യാപ്റ്റനെ സേവ് ചെയ്തിട്ട് ബാക്കിയുള്ളവരിൽ നിന്നാണ് 4 പേര് എന്ത് ചെയ്ത് പുറത്താവുന്നത്. അപ്പോൾ ഇവർക്ക് ജയിച്ച ടീമിൽ നിന്ന് എന്ത് ചെയ്തു, ജയിച്ച ടീമിൽ നിന്ന് അവർക്ക് ഒരാളെ ഈ പുറത്താകുന്ന ടീമിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുക, അതായത് സേവ് ആയി നിൽക്കുന്ന ടീമിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവർ ഡിസ്കസ് ചെയ്ത് ആദ്യം ഒരു 1-2 പേര് പൂജയുടെ പേര് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ പറയുന്ന അഫിനാസ് എന്നല്ല കുറ്റിന്റെ പേര്. ഓക്കെ, അഫിനാസിന്റെ പേര് പറഞ്ഞു. അപ്പോൾ 1-2 തർക്കം വന്നപ്പോൾ ഈ രഞ്ജിനി അവിടെ നിന്നോട് പറഞ്ഞു, നിങ്ങൾ എല്ലാം കൂടെ ആലോചിച്ച് ഒരു പേര് പറ, മനസ്സിലായോ? മെജോറിറ്റി ഒരു പേര് പറയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ലൊലിറ്റയുടെ അടുത്ത് നമ്മുടെ ചോദിച്ച് ആരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പൊ പറഞ്ഞു അഫിനാസ് എന്ന് പറഞ്ഞു. ഓക്കെ, എത്ര പേര്? 2 പേര്. അപ്പൊ ഇവള് ഉടനെ കയറി ചെനക്കാണ്, ഇതാണോ പിന്നെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണോ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലേ? ഈ പറയുന്ന നിങ്ങൾക്ക് അറിഞ്ഞൂടെ മെജോറിറ്റി എന്നൊന്നും അറിഞ്ഞൂടെ? അപ്പൊ ഇവള് പറഞ്ഞ അയ്യോ എനിക്ക് ഞാൻ കേട്ടില്ല, എന്താണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കേട്ടില്ല എന്ന് ലൊലിറ്റ പറയുന്നുണ്ട്. ഉടനെ എല്ലാവരെയും ഈ പറയുന്ന പെൻഡന്റിങ് വാങ്ങൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരെയും പെൻഡന്റ് തിരിച്ചു വാങ്ങി. ഇനി കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതെന്തോന്ന് മുടയുടെ, അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണം. മെജോറിറ്റിയുടെ അർത്ഥം എന്തെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അത്രയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നല്ല അവിടെ ഇരിക്കുന്നത്, എല്ലാവർക്കും. പക്ഷെ താങ്കൾ പറഞ്ഞത് കേട്ടില്ല. താങ്കൾക്ക് ഇത്ര ദേഷ്യം എന്തിന്, ഈ അഹങ്കാരം എന്തിന്, ഇതെന്തിന്, ആരടുത്ത് കാണിക്കുന്നത്? നീ മറ്റവളെ എന്നെ സമ്മതിച്ച്, നീ കോപ്പിലവളെ മറ്റാർക്കും ഇല്ലല്ലോ, നിനക്ക് ഇത്ര അഹങ്കാരം എന്താ, നിനക്ക് തോന്നുന്നില്ലേ ഇത്ര അഹങ്കാരമാണെന്ന്? അവരെ ഈ മറ്റു ജഡ്ജസിനെയൊക്കെ ഇടിച്ചു താത്തിക്കൊണ്ട് എവളെന്തോ മറ്റവളാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം. ഓക്കെ, അങ്ങനെ അവസാനം എന്ത് ചെയ്തു, പിന്നീട് വീണ്ടും മെജോറിറ്റി എടുത്തപ്പോഴാണ് ഈ പറയുന്ന അഫിനാസ് എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് ഓരോരുത്തരായിട്ട് എലിമിനേറ്റ് ചെയ്ത് വിട്ടു. അതിൽ കുറെ പേരെയൊക്കെ അവർ സേവ് ചെയ്തു. അതിനകത്ത് എലിമിനേറ്റ് ആയി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ബിജു എലിമിനേറ്റ് ആയി പോയി. ബിജുവിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ കണ്ടില്ല, നമ്മളും കണ്ടില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ആരാധ്യ ആ പെണ്ണ്, കൊച്ചു പെണ്ണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാവം, അതിനൊരു ചാൻസ് കൊടുക്കണമായിരുന്നു. ഇത് കിട്ടിയില്ല. പക്ഷെ ആരാധ്യ സത്യം പറഞ്ഞ ആ കരച്ചിൽ കൊണ്ടെങ്കിലും ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ മുഖം ഓർമ്മയുണ്ട് എന്നുള്ളത്, എനിക്കെന്തായാലും ആ കൊച്ചിന്റെ മുഖം ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. നിതിൻ അത് ഡിസർവ് ആണ് പുറത്തു പോകാൻ, കാരണം അറിഞ്ഞൂടാ എന്നുള്ളതാണ്. പിന്നെ അവസാനം വന്നതാണ് ഈ റാഷിയും ഈ പറയുന്ന അഫിനാസും, അല്ലേ അഫിനാസ് എന്നാണെന്നുണ്ടോ പേര്, അത് അഫിനെ എന്തോ ആണ്. ഓക്കെ, ഈ 2 പേര് വന്നു. ഈ 2 പേരിൽ ആരെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ.
അപ്പോൾ അവിടെ നിന്ന് പുറത്താക്കിയത് ഒരു റാഷി പാലത്തിങ്കൽ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. പക്ഷെ ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് റാഷി അവിടെ നിൽക്കണമെന്നുള്ളതാണ്. ഞാൻ അവൾ അവിടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഈ അഫിനാസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ കണ്ടില്ല, എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണിൽ പെട്ടു എന്ന് പറഞ്ഞത്. പക്ഷെ ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ റാഷി നിൽക്കണമെന്നായിരുന്നു. ഇവർക്ക് ഒരു അജണ്ട ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പറയുന്ന ഈ അഖിൽ മാരാർ റാഷിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ അതുവരെ എൻ്റെ മൈൻഡിൽ റാഷിയെ ഈ പറയുന്ന അഫിനാസ് ആ പെൺകുട്ടിയായിരിക്കും പോകുന്നത്. റാഷി അവിടെ ഉണ്ടാവുമെന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ പെട്ടെന്ന് അഖിൽ മാരാർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ റാഷി വളരെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ക്യാപ്റ്റന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. ഇവര് അപ്പോൾ ഈ പറയുന്ന ടൈമർ അത് ആ ഒരു ടാസ്കിലെ ആ ക്യാപ്റ്റൻ ഇവർ പറയുന്ന കേൾക്കാതെ അവന്റെ തീരുമാനം സ്വന്തമായിട്ട് എടുത്ത് അതിലാണ് ഇവര് ശരിയാണ് പറയുന്നത്. അവൻ എടുത്ത സ്ട്രാറ്റജി വളരെ കുഴപ്പം പിടിച്ച ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തോറ്റെന്ന് പറയും. ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ നീ പുറത്തു വയ്ക്കും. അതെന്തോന്ന് മാരാരെ, എന്തോ വാശിയിലാണ് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തോ ഒരു വാശി, അവിടെ എന്തോ ഒരു വാശിയുടെ പുറത്ത് അവളെ പുറത്താക്കിയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ അവളെയും കാട്ടി എന്തുകൊണ്ട് ഇവള് പുറത്തായി, ഈ രണ്ടിൽ എന്തുകൊണ്ട് മറ്റവൾ ബെറ്റർ ആയി എന്നുള്ളത് കേസ് നിങ്ങളിവിടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. പറഞ്ഞോ? അപ്പൊ അവിടെയും അഖിൽ മാരാറും എന്തോ വാശി ഈഗോയുടെ പുറത്ത് അവളെ പുറത്താക്കി. നിനക്ക് നീ ഇവിടെ വന്ന ക്യാപ്റ്റൻസി ആയിട്ട് നിൽക്കാൻ എന്താണ് കാരണം? അവൾ തുറന്ന് എന്റെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞപ്പോൾ അത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ളവരല്ലേ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ഈ ജഡ്ജസിന്റെ വിചാരം അവരെടുത്ത് വിധേയത്വം കാണിച്ച് അവർ പറയുന്ന അയ്യോ സാറ് ആ ദൈവം കാല് തൊട്ട് തൊഴുത് അവരെയൊക്കെ പുകഴ്ത്തി അവരെയൊക്കെ ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് കിടക്കുന്നവരെ മാത്രം നിങ്ങളുടെ ദാസന്മാരായിട്ട്, നിങ്ങളുടെ അനുയായികളായിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് തിരിച്ചൊന്നും പറയാതെ ഓംബ്ര എന്ന് പറയുന്നവരെ മാത്രം അവിടെ നിർത്താം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിന്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അവളെ എതിർത്ത് പറയുകയോ അല്ലെങ്കിൽ അവരെ ഒപ്പോസ് ചെയ്ത് പറയുകയോ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു നെഗറ്റീവാണ്. ഇവർ ഉടനെ നോട്ട് ചെയ്ത് വെക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ മൂന്നെണ്ണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് പേരും ഈ ഒരു ജഡ്ജിങ് പാനലിൽ യോഗ്യരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയോഗ്യരാണ് ഇവർക്ക് സ്വന്തം ഈഗോ വെച്ചാണ് ഇവർ കളിക്കുന്നത്. ഇവരുടെ ഈഗോയുടെ പുറത്തിൽ പലരെയും പുറത്താക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്നലെ വരെ എനിക്ക് അഖിൽ മാരാറിന്റെ ഒരു സാധനത്തിൽ എനിക്കൊരു തെറ്റില്ലെന്ന്. പക്ഷെ ഇന്ന് ഈ പറയുന്ന റാഷി പാലത്തിങ്കൽ ആ പെൺകുട്ടിയെ പുറത്താക്കുന്നത് അതൊരു ഈഗോയുടെ പുറത്തല്ലേ? അല്ലെങ്കിൽ പറയേണ്ടേ രണ്ടുപേരും നിൽക്കുന്നു, എന്തുകൊണ്ട് നിന്നെ പുറത്താക്കി, എന്തുകൊണ്ട് അവൾ അകത്താക്കി എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അവിടെ കൊടുക്കണമായിരുന്നു. അത് നിങ്ങൾ കൊടുത്തിട്ടില്ല. അതിന് പകരം എങ്ങനെയാണെങ്കിൽ നീ വയ്ക്കോ എന്തോ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ആക്കല്ലടേ. നീയൊക്കെ വിന്നറായി, നിന്നെയൊക്കെ ആൾക്കാർ കണ്ട് നീയൊക്കെ അവിടെ ജഡ്ജസ് ആണ് എന്ന് മനസ്സിലാക്കുക. രഞ്ജിനി ഹരിദാസേ, നിനക്ക് ജഡ്ജായിട്ട് ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. നിനക്ക് ഈ പറയുന്ന ആങ്കറായിട്ട് ഇരിക്കാൻ കൊള്ളാം, ആങ്കർ വരെ നിനക്ക് പറ്റത്തുള്ളൂ. ജഡ്ജ് ആയി കഴിയുമ്പോൾ നിന്റെ ഈഗോ, നിന്റെ അഹങ്കാരം നടക്കത്തില്ല. ഇത് നിങ്ങൾ കുളമാക്കി തരുവോടെ. ഇപ്പൊ അവരെയും കാട്ടി ഏറ്റവും കൂടുതൽ തെറി വാങ്ങുന്ന ജഡ്ജസ് ആണല്ലോ. തുടക്കം മുതലേ തന്നെ ജഡ്ജസ് ആണ് മൊത്തം തെറി വാങ്ങണത്. കാരണം രഞ്ജിനിയുടെ ആറ്റിറ്റ്യൂഡാണ്. എന്തൊരു മല മറിച്ചല്ലോ. ഡേ ഒന്നുമില്ല, പാവങ്ങൾ വന്ന് എങ്ങനെയെങ്കിലും അവരെങ്കിലും പോട്ട്. എനിക്ക് പറയാനുള്ളത് ഒന്ന്, രണ്ടുപേരെ പേര് പറയാം. ഇതുവരെ കണ്ടതിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേര്. ഒന്ന് വന്നിട്ട് ഈ പറയുന്ന പൂജ 2. മറ്റൊന്നുമല്ല, നമുക്ക് കണ്ടന്റ് കിട്ടും. അവിടെ വന്ന് കോഴിയെ പോലെ വാഴയെ പോലെ ഇരിക്കൂല. എന്തെങ്കിലും ആരെങ്കിലും ചൊറിഞ്ഞ് ഇതുപോലെ എടാ പോടാന്നുണ്ടെങ്കിൽ അടിയും കിട്ടി നമുക്കിട്ട് ഉരുട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരാളെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് വെക്കണ്ടേ? കഴിഞ്ഞ വട്ടം ശൈത്യം ഉണ്ടായിരുന്നു, അങ്ങനെ കുറഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വിട്ട് കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് രാകേഷ്. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആള് ഈ കൂട്ടത്തിൽ തന്നെ ഒരു വ്യത്യസ്തനായ ഒരാളാണ്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്, എല്ലാവരും തുറന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ടുപേരും അവിടെ നിങ്ങൾ 5 പേര് വിണ്ണിൽ കാണണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്കൊന്നും ഉറപ്പ് ഇതുവരെയുള്ള കേസ് ഇന്ന് വരെയാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവരുണ്ടല്ലോ, അവരുടെയൊക്കെ കഴിവുകൾ നാളെ മുതൽ പുറത്തു വരും എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. എന്താണ് നടക്കുന്നത്? ഈ ജഡ്ജസ് ഇതൊക്കെ മതിയോ? നമുക്ക് കാണാം. ജയ് ഹിന്ദ്.